അപ്പു ചപ്പു ചപ്പു എന്താടാ എനിക്ക് വയ്യേ. ഓ ചേട്ടായി കെയറിങ് തന്നെ. ആഴം കൂടുതലാ. എനിക്ക് പേടി, എനിക്ക് നീന്താൻ അറിയില്ല. അപ്പുനറിയോ നീന്താൻ അറിയോ? എന്തൊരു ഒലിപ്പിക്കലടാ. നീലക്കൂലല്ല, നിനക്ക് പറ്റിയ പേര് കാമക്കൂലാണ്. അല്ല ഇതേതാ ചപ്പൂസ്? ഓ ഇത് മറ്റേ ചേച്ചി, കരഞ്ഞു വഴിക്ക് റീച്ച് കിട്ടുന്ന മറ്റേ ചേച്ചി. No! God, please, no! അപ്പുന്റെ കല്യാണം എന്നായിരിക്കും? പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി സിനിമയിലൊക്കെ അഭിനയിച്ച നായികയൊക്കെ ആയിട്ട്. അവക്ക് മനസ്സിലായി നീ ഒലിപ്പിക്കുന്നതാന്ന്. വിട്ട് പോടെ, ഒഴിഞ്ഞു പോടാന്ന്. ഏതെങ്കിലും പെണ്ണിനെ കണ്ടു കഴിഞ്ഞ് ഇവൻ ക്യാമറ എടുത്ത് അതിന്റെ ബാക്കിൽ നടന്നോളും. അത് ആരാന്ന് പോലും ഇവൻ അറിയില്ല. കുറെ ഗേൾസിന്റെ അടുത്ത് ഇവൻ ക്യാമറ കൊണ്ടുപോയി പേര് ചോദിക്കും. അത്ര പോലും ഇവൻ അറിയില്ല അത് ആരാന്ന് പോലും. എന്നിട്ടാണ് ഇവൻ അവരെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അവക്ക് മനസ്സിലായി നീ ഒലിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവള് മാറിപ്പോന്നത്. എന്തൊരു തൊലിക്കെട്ടിയാടാന്ന് എനിക്ക് പറ്റിയ പേര് കാമക്കൂല, നീലക്കൂലല്ല. അപ്പു ചേട്ടായി ഒരൊന്നൊന്നര കെയറിങ് തന്നെ. വീഴല്ലേട്ടോ. ആഴം. അല്ല ചപ്പൂസ് വള്ളത്തിൽ വീഴുന്നോണ്ടാണോ അല്ല ചേട്ടായി കൊലിപ്പിക്കണത് കൊണ്ടാണോ? വീഴല്ലേട്ടോ, ആഴുണ്ടേ, വീഴല്ലേട്ടോ ചപ്പൂസേ. എടാ എന്താടാ ഇത്? എനക്കറിയില്ല ഇതെന്താ വിശ്വസിക്കിന്റെ അനിയത്തിയാന്ന. ചിരിക്കാൻ പറഞ്ഞപ്പോ ജനറേറ്റർ ഓൺ ആക്കുന്നത്. ഏതാടാ ഇത്? അൺബോക്സിംഗ് ഡൂഡിന്റെ അനിയത്തി ശരിക്കും ഡൂഡിയല്ല, ഇവളാന്ന് വേണ്ടത്. ഓന്റെ അതേ കൊണച്ച് ചിരി. എന്താടാ ഇനി വയ്യാണ്ടായ എന്നലാക്കുന്ന? എന്താടാ ഇത് കാണിക്കുന്നത്? ഇന്ത്യയിലെ തൊലിക്കെട്ടി എന്തെന്നാടേ? കുതിര പോലത്തെ മുടിക്ക് പച്ചക്കളർ അടിച്ചിട്ട് എന്തെന്ന് പൊട്ടത്തരാന്ന് ഈ പെണ്ണ് കാണിക്കുന്നത്? ഇതിന് ഊക്ക് വെറുതെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഈ വാണക്കൂലല്ല, സോറി ഇത് ഏതോ മീഡിയ വാണാണ്. തൂറാമുട്ടാങ്കൈകൊട്ടെ, പാപ്പ തിന്നാങ്കൈകൊട്ടെ, മീമി തിന്നാങ്കൈകൊട്ടെ. നല്ലൊരു നടിയായി. എന്താ പറ്റിയെന്ന് അറിയില്ല. ഇതെന്താ അലിഞ്ചോസ് പെരേരയോ? അലിഞ്ചോസ് പെരേരയുടെ ഫീമെയിൽ വേർഷനായി. നല്ല നല്ല നടന്മാരും നടിമാരും അതാ ഇങ്ങനെ ഓരോരോ വടലത്തരം കാണിക്കുന്നു. അലിഞ്ചോസ് പെരേര തോറ്റു ഇതിനെ കടിച്ച്. മനസ്സിലേതോ വലിയ മാസ് പാട്ട് പാടി ചേച്ചി കളിച്ചതാണ്. പക്ഷെ പുറത്തുനിന്ന് കാണുന്ന ആകല്ലേ ബോറായിട്ട് തോന്നുന്നു. മണി കാണിക്കാനാ? മണി മാത്രം കണ്ടാ മതി അതെനിക്ക്, വേറൊന്നും കാണണ്ടേ? കുലുങ്ങൂലാടും. അടി ഏതാടാ ഇത്? മണി കുലുങ്ങുവോ, മണി ആടുവോ, മണീന്ന് ഒച്ച കേൾക്കുവോ? ഇവൻ എന്തെല്ലാനാ അറിയേണ്ടത്? കുറച്ച് കഴിഞ്ഞപ്പോ മണീന്റെ വലിപ്പം കൂടി അളന്നിട്ട് പോകും. ഇൻട്രോവട്ടല്ലടാ, മുഴുവട്ടാ. എന്താ എനിക്ക് അറിയേണ്ടത്? ആടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന ഒരു പെണ്ണിന്റെ അടുത്ത് ഇവൻ പോയി ചോദിക്കുന്നു ഇൻട്രോവട്ടാണോ മുഴുവട്ടാണോ? എളിമയോടെ വിനയത്തോടെ കുനിഞ്ഞു നിന്നാ എന്തെല്ലാനാടാ നീ പറയുന്നത്? മോനെ റഷീദിക്കാനെ വിളിക്കട്ടാ. താഴ്ചപ്പോൾ കുപ്പിയുടെ അടപ്പ് കൈകൊണ്ട് തുറന്ന് ആവശ്യത്തിന് വെള്ളം കുടിച്ച് ലാലേട്ടൻ. ദിവസവും കുപ്പിയുടെ അടപ്പ് JCB വെച്ച് തുറക്കുന്ന ഞാൻ. ആ ചെയ്തത് മോശമായി പോയി. കൈകൊണ്ട് തുറക്കാൻ പാടില്ലായിരുന്നു. ബാങ്കിൽ പോയി അപേക്ഷ കൊടുത്തു. ഇതുവരെ അടപ്പ് തുറന്ന് കിട്ടിയില്ല. ദാഹം വല്ലാത്ത ദാഹം. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീനെ വീഡിയോ എടുത്ത് അവർ തിന്നോ തോറുക എല്ലാം ഇവരെടുത്ത് ക്യാപ്ഷനാക്കി മെഴുക്കി വിടും. ഒരുത്തനല്ല, എല്ലാ മീഡിയ വാണങ്ങളും ഇങ്ങനെയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ അനശ്വര വെള്ളം കുടിച്ചു വിചാരിച്ചോ. അനശ്വര ദാഹിച്ചു അലഞ്ഞു വെള്ളം കുടിച്ച് അനശ്വര. ഞങ്ങളാരും പിന്നെ ഹോർലിക്സ് അല്ലേ കലക്കി കുടിക്കുന്നത്. നീലക്കൂലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നീലക്കൂലാണ് നീല ഏറ്റവും കൂടിയ വാണം. ഞാനാന്നൊരു മീഡിയ വാണെങ്കിൽ ഇവന്റെ എല്ലാം വീട്ടിൽ പോയി വീഡിയോ എടുക്കും. സെലിബ്രിറ്റീസിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനത്തെ വാണങ്ങൾ കാരണം. ചുക്കാമണീന്റെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. എന്താ എനിക്ക് കൈകൊണ്ട് കാണിക്കാനാണ്? ഇതില്ലേ എന്നാടാ നീ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കൈകൊണ്ട് കാണിക്കണം പോലും ഭർത്താവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ഉളുപ്പ് ചടപ്പ് എന്ന് പറയുന്ന സാധനം 7 പോയിട്ടില്ലേ പിന്നെ ഒന്നും. എന്തെല്ലാം ചോദ്യമാടാ ചോദിക്കുന്നത്? ഭർത്താവിനെ എത്ര പോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് കൈകൊണ്ട് കാണിക്കണം പോലും. കൈകൊണ്ട് ചേട്ടത്തടിച്ച് കാണിച്ചാൽ മതിയാ. അതെന്താടാ അലിഞ്ചോസ് പെരേര വന്നാ പെട്ടെന്ന്? നീ ഒരു കാര്യം ആലോചിച്ചോ. നിന്റെ ഈ എക്സ്പ്രഷൻ കൊണ്ട് മാത്രമാണ് നീ എയറിൽ കയറുന്നത്. മറ്റേ ഡയലോഗ് പറഞ്ഞു വച്ചാനെ എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ കുണ്ടകളല്ല അനാഥരാണ്. പൊന്നി ചങ്ങായി, നീ എടുക്കുന്ന സിനിമ മൊത്തം ഫ്ലോപ്പ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്റെ ഓവർ ആക്ടിങ്ങും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മെസ്സേജ് അയക്കുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ഗൈസ്. മസ്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്യുക ഗൈസ്. ഫോളോ എന്ത് നാടാ ഒന്ന് ഫോളോ ചെയ്യടാ. ലവ് യു ഗൈസ്. ബൈ ബൈ.